വിശുദ്ധ റമദാൻ പകുതി പിന്നിടുമ്പോൾ മക്കയിലും മദീനയിലും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് തീർത്ഥാടക സംരക്ഷണത്തിനായുള്ള സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അധികൃതർ. തീർത്ഥാടകരുടെ ആരോഗ്യക്ഷേമത്തിനായുള്ള സജ്ജീകരണങ്ങൾ മികച്ചതാണ്. തിരക്കിനിടയിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ സാധാരണയാണ്. കഴിഞ്ഞ ദിവസം മക്കയിലെ ഹറമിൽ ഹൃദയാഘാതമുണ്ടായ തീർത്ഥാടകനെ സൗദി പാരാമെഡിക്കൽ വിഭാഗം രക്ഷപ്പെടുത്തിയത് 2 മിനിറ്റിനുള്ളിലാണ്. 60 വയസ്സുള്ള ഒരു അൾജീരിയൻ തീർത്ഥാടകൻ പള്ളിയുടെ മുറ്റത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ വീഴുകയായിരുന്നു. വിവരം ലഭിച്ചയുടൻ ആംബുലൻസ് വിഭാഗം രോഗിയെ പരിചരിക്കുകയും എല്ലാ സജ്ജീകരണങ്ങളുമായി തീർത്ഥാടകനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. റമദാന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി മക്കയിലെ സൗദി റെഡ് ക്രിസന്റ് അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് വേഗത്തിൽ രോഗിയെ രക്ഷപ്പെടുത്താനായതെന്ന് സൗദി അധികൃതർ അറിയിച്ചു. ഈ റമദാനിൽ മദീനയിലെ പ്രവാചക പള്ളിയുടെ മുറ്റങ്ങളിൽ നിന്ന് 242ഓളം കേസുകൾ മെഡിക്കൽ സെന്ററുകളിലേക്ക് അടിയന്തരമായി മാറ്റിയിട്ടുണ്ട്. റമദാന്റെ ആദ്യ പകുതിയിൽ 5 രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് മദീന കാർഡിയാക് സെന്റർ ഓപ്പൺ ഹാർട്ട് സർജറിയും 7 കാർഡിയാക് ചികിത്സയും നടത്തിയിട്ടുണ്ട്. റമദാനിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 23,011 പേർക്ക് അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നൽകുകയുണ്ടായി. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.